The Bible says, ബൈബിൾ പറയുന്നു, oh how Abraham stage by stage progressively he started to believe God. ദൈവത്തെ പ്രോഗ്രസീവായി പുരോഗമിച്ച് തന്റെ കർത്താവിലുള്ള വചനത്തിലുള്ള പൂർണ്ണ ആശ്രയം പുരോഗമിച്ച് വരികയാണ് തന്റെ ജീവിതത്തിൽ. I want to tell you very very clearly, വളരെ വ്യക്തമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. God cannot do anything without your help in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവദിക്കാതെ, നിങ്ങൾ സഹായിക്കാതെ ദൈവം എത്ര ശക്തനാണെങ്കിലും ഒന്നും ചെയ്യാനൊക്കില്ല. Some people say miracle, but Jesus said the wicked seek a miracle. Because you are not seeking a miracle, you are already under a blessing. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിലെ കോട്ടമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. നിങ്ങൾ അത്ഭുതത്തിന്റെ പുറകെ അല്ല, നിങ്ങൾ ഓൾറെഡി അത്ഭുതം നിങ്ങളുടെ അകത്ത് നടന്നവരാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞത്തെ ലോകത്തിലെ 800 കോടിയുടെ അനുഗ്രഹം നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. 800 കോടിയുടെ അനുഗ്രഹം ഇരിക്കുന്നവൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. You are not a beggar, you are a son of God. നീ ഒരു യാചകനല്ല, നീ ദൈവത്തിന്റെ പുത്രനാണ്. Hallelujah. Now in the book of Romans chapter 4, it is talking about Abraham considering God who speaks and performs what he speaks. ഇവിടെ ദൈവം എന്തെങ്കിലും അരുളി ചെയ്താൽ അത് നടന്നിരിക്കും. അതിന് വിരുദ്ധമായ ശാരീരികമോ ഒന്നും പരിഗണിക്കേണ്ട എന്നുള്ള തത്വമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. And then the Bible says, തുടർന്ന് ബൈബിൾ പറയുകയാണ്, in verse 22, 4:22, ഇത് റോമർക്കെഴുതിയ ലേഖനം, this story is not written for Abraham alone, but it is written for us. 4:22 വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല. അടുത്തിരിക്കുന്ന ആളുണ്ട്, അബ്രഹാമിന് വേണ്ടി അല്ലെന്ന് ഇത് എഴുതിയത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തത് അബ്രഹാമിന് വേണ്ടിയല്ല. പറയുന്നവൻ പ്രവർത്തിക്കുന്നവനാണെന്ന് നിങ്ങൾക്കും എനിക്കും തെളിയിക്കാനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചോ. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മെ വിചാരിച്ചു അവിടെ ആകുന്നു. പിന്നെ നമ്മുടെ അതിക്രമത്തിന് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന സമൂഹമായത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ നീതിയാണെങ്കിൽ കാണുന്നതും ഇപ്പോഴത്തെ അനുഭവം അല്ല പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ആ വചനം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തെ അല്ല, മറിച്ച് വരാനിരിക്കുന്നതിനെ കണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. എത്ര പേർ അതിനു വേണ്ടി ഒരുക്കമുണ്ട്? ആർപ്പുവിളിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. It is not for the present, it is for what God is ushering me to go. വാസ്തവത്തിൽ അന്നത്തെ ആ പ്രസന്റ് അവസ്ഥയ്ക്ക് വേണ്ടിയല്ല, ദൈവം ചെയ്യുവാനിരുന്ന നിങ്ങൾക്കും എനിക്ക് വേണ്ടി ചെയ്യുവാനിരുന്നതിന് വേണ്ടിയാണ് ആ കാര്യം എഴുതിയത്. It is very simple. ഇത് വളരെ സിമ്പിൾ ആണ്. And that simplicity is the biggest complication. വാസ്തവത്തിൽ വളരെ സിമ്പിളായ കാര്യം, ദൈവം പറഞ്ഞത് മാറത്തില്ല, പക്ഷെ അത് ഭയങ്കര സങ്കീർണവുമാണ്. ഇത് ഏറ്റവും സരളമായതുകൊണ്ട് തന്നെ ഇത് സങ്കീർണമാണ്. എന്നെ ഈ പറയുന്നത് ചുമ്മാ വിശ്വസിച്ചാൽ മതി. Jesus was performing outstanding miracles. കർത്താവായ യേശുക്രിസ്തു അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്തു. The Bible says, ബൈബിൾ പറയുന്നു, his fame went all around. തന്റെ പ്രശസ്തി എല്ലായിടത്തും പരന്നു. Means everyone knows the miracle worker is Jesus, and he is raising the dead, walking on the sea, opening the eyes of the blind. Multiple miracles. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രശസ്തി, ഇവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, അവൻ വെള്ളത്തിൽ മേൽ നടക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുരുടരുടെ കണ്ണുകൾ തുറക്കുന്നു, എല്ലായിടത്തും പ്രശസ്തി പരന്നു.
But when he came to his hometown Nazareth, എന്നാൽ സ്വന്തം സ്ഥലമായ നസറേത്തിൽ വന്നപ്പോൾ the Bible says ബൈബിൾ പറയാണ് that no miracles happen except one or two when he lays hand and prayed. ചില ചെറിയ അത്ഭുതങ്ങളല്ലാതെ അത്ഭുതങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കാൻ യേശുവിന് കഴിഞ്ഞില്ല. Did Jesus change? യേശുവിന് സ്വന്തം സ്ഥലത്ത് വന്നപ്പോൾ മാറ്റം വന്നു. Did his anointing be lost? കർത്താവിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിരുന്നു? No. അല്ല. It was not about Jesus. It was the unbelief of the people. ഇത് യേശുവിനെ കുറിച്ചല്ല, മറിച്ച് യേശുവിനെ പരിചയമുള്ള തന്റെ നാട്ടുകാർക്ക് തന്നിലുള്ള അവിശ്വാസം നിമിത്തം അവർക്ക് തച്ചന്റെ മകനെ അങ്ങോട്ട് അംഗീകരിക്കാൻ മേല. അതിന്റെ പേരാണ് അവിശ്വാസം. വിശ്വാസമില്ലാത്ത ജനയല്ല ഇത്. അവർക്ക് അറിയാം യേശു ആരാന്ന്, അവരുടെ പട്ടണത്തിൽ ജനിച്ചവനാണ്. പക്ഷെ അംഗീകരിക്കാൻ, അടുത്തിരിക്കുന്ന ആളോട് പറയട്ടെ, ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്കും, അവരെ അംഗീകരിക്കാനുള്ള മനസ്സിന് പ്രാർത്ഥിച്ചോണം. അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പേരാണ് അൺബിലീഫ്. അതിന്റെ പേരാണ് അവിശ്വാസം. നോൺ ബിലീവർ അല്ല, അൺബിലീഫ്. വിശ്വാസമില്ലാത്തവരല്ല, വിശ്വാസം ഉണ്ടായിട്ടും മനഃപൂർവമായി അംഗീകരിക്കത്തില്ല. അതാ വചനം പറയുന്നത്, അവരോട് ഇണയില്ല പിഴ കൂടരുതെന്ന്. നമ്മുടെ മനസ്സിലെ ധാരണ, ആ വിശ്വാസി എന്ന് പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യൻ യേശുവിനെ അറിയാൻ യേശുവിനെ അറിയാൻ മേലാത്തവർക്കാ കൂടുതൽ ഭയം. ഹൃദയം കഠിനപ്പെട്ടവന് ഒരു ഭയവുമില്ല, അതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുന്നു. അവരെ സൂക്ഷിക്കണം. അടുത്തിരിക്കുന്ന ഇരിക്കുന്നത് ആരുടെ കൂടെയാണെന്ന് സൂക്ഷിച്ചോണം, സംസാരിക്കുന്ന ആരുടെ കൂടെയാണ് സൂക്ഷിക്കണം, കേൾക്കുന്നത് എന്താണെന്ന് സൂക്ഷിക്കണം. അതെല്ലാം ചെയ്യേണ്ടത് ഞാനാ. God needs your help. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ സഹായം വേണം, നീ ചെയ്യണം. And then the Bible says, തുടർന്ന് ബൈബിൾ പറയുന്നു, because of this righteousness, ഈ നീതി നിമിത്തം, അബ്രഹാമിന് ലഭിച്ച ഈ നീതി നിമിത്തം, it is jumping over to 5. തുടർന്ന് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, therefore because of this we have peace with God. ഇവിടെ പറയാണ്, അത് നിമിത്തം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, എല്ലാവരോടും ചേർന്ന് പറയാൻ പോവാ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ എന്താ വിശ്വസിച്ചേ? സാഹചര്യങ്ങളെ പരിഗണിക്കാതെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എന്റെ പാപം, എന്റെ ശാപം, എന്റെ ദാരിദ്ര്യം, എന്റെ ബലഹീനത, എന്റെ രോഗം യേശു ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ കൂട്ടുകാരനായി മാറുക. ഒന്നുകൂടെ അത് എല്ലാവരോടും ചേർന്ന് വായിച്ചേ, ബോർഡിലുണ്ട്, വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്? നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ഞാൻ പറയാം. നീതീകരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഹലോ ഡാഡി എന്ന് പറഞ്ഞ കൃപസിംഹാസന മുൻപാകെ എപ്പം വേണേലും ചെല്ലാം. ദാവീദ് പുത്ര കരുണ ഉണ്ടാകണേ, ആ പരിപാടി നിർത്തി. തത്സമയത്തെ സഹായത്തിനു കരുണ ആ വാക്ക്, കരുണ എന്ന് പറയുന്ന വാക്കും സഹായം എന്നുള്ള വാക്കൂടെ കയറിക്കൊണ്ട് നമുക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അടിയാന് കരുണ തോന്നണേ, അത് ആണോ? അല്ലല്ലല്ല. എന്താ ആവശ്യം? വീടാണോ ആവശ്യം? എന്താ ആവശ്യം? ദേ വന്നേ, നിന്റെ പൊതി ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ടങ്ങ് പോയി. എന്നെ മകളുടെ കല്യാണത്തിൻ്റെ സാമ്പത്തിക ആവശ്യം, ദേ അപ്പുറത്ത് ഇരിപ്പുണ്ടാ പൊതി, അവിടെ പോയി ധൈര്യത്തോടെ വന്ന് നിന്റെ സ്വന്തം വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന അത്രയും സരളമാണ് വിശ്വാസം. എന്നാൽ സങ്കീർണം കൂടെയാ. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ പറ്റുമോ? പറ്റും. Therefore we have peace with God. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനം, നിരപ്പുണ്ട്. I am a friend of God. ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. Because of Jesus. യേശു നിമിത്തമാണ്. Because he died for my iniquity and rose up for my justification. The word justification means just as if I have never committed any sin. എൻ്റെ പാപത്തിനായി മരിച്ചു, എന്റെ നീതീകരണത്തിനായി ജീവിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നത് കൊണ്ടാ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ
ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് നെവർ സിൻ. ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടേ ഇല്ലാത്ത പോലെ എന്നെ കാണുന്ന പോലെ ആക്കുക എന്നാണ് നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ ചിലപ്പം പറയാറില്ലേ, ഇത് വരവ് കണ്ടില്ല, ഒന്നും അറിയാത്ത പോലെ ഇങ്ങോട്ട് വരുന്നേ. അതെ, ഒന്നും അറിയാത്ത പോലെ നേരെ പോയി ഡാഡി ആ സാധനം എനിക്ക് എടുത്തോന്ന് പറയാനുള്ള പ്രാഗൽഭ്യത്തിന്റെ പേരാണ് ദൈവത്തിന്റെ നീതി. അപ്പോൾ തന്നെ പിശാചിനോട് പറയണം, ഒരു കാര്യം പറയാം, എൻ്റെ അടുക്കൽ കളിക്കാൻ വരരുത്, നീ കൊണ്ടുവരുന്ന ആലോചന ഒന്നും എനിക്ക് വേണ്ട, ഇറങ്ങി ഇവിടുന്ന് പോകൂ. ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യവും പിശാചിനെ എതിർക്കാനുള്ള ശക്തിയും, ഇത് രണ്ടിന്റെ പേരാണ് നീതി. ഹല്ലേലൂയ. ചുമ്മാതെയല്ല. റോമർ 8 അവിടെ വരാൻ പോകുന്നേ ഉള്ളൂ. റോമർ 8 പൗലോസ് പറയുന്നത്, മുന്നറിഞ്ഞവരെ താൻ വിളിച്ചും. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണോട് കണ്ട് നോക്കിയിട്ട് പറയണേ, ഇന്നത്തെ സഭായോഗത്തിൽ വന്നതല്ല, വിളിച്ചോണ്ട് വന്നതാ. മാത്രമല്ല, നിങ്ങളുടെയും എന്റെയും കഥ, ജീവിതം ഇവിടെയല്ല തുടങ്ങിയേ. ലോകസ്ഥാപനത്തിന് മുമ്പേ ഇന്ന കുടുംബത്തിൽ ഇവനെ ജനിപ്പിക്കണം, ഇന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് മുന്നറിഞ്ഞവരെ. നല്ലുള്ള ഒച്ചത്തിൽ പറയണം, ഞാൻ ജനിച്ചപ്പോഴല്ല, അതിന് മുമ്പേ മുതലേ ദൈവത്തിന് എന്നെ അറിയാം. മുന്നെന്നെ അറിഞ്ഞവരെ, മുന്നറിഞ്ഞവരെ എത്ര പേർക്ക് ഉറപ്പുണ്ടത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തെന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ കണ്ടോ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഞാനല്ല യേശുവിനെ തെരഞ്ഞെടുത്തത്, യേശു എന്നെ തെരഞ്ഞെടുത്തത്. എന്തിനാ തെരഞ്ഞെടുത്തത്? ഫലം കായ്ക്കാനും, ഫലം that you will bear fruit and your fruit will remain. നിങ്ങൾ ഫലം കായ്ക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും. എൻ്റെ കർത്താവേ, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് താഴെ പോകരുത്. അത്ര വിശ്വാസമുണ്ട് യേശുവിൽ. I chose you. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. That you will bear fruit. നീ ഫലം കായ്പാനും. And I'll tell you, ഞാൻ ഓർപ്പിക്കട്ടെ, fruit is what people see. ഫലം എന്ന് പറയുന്നതാണ് ജനങ്ങൾ നിന്നിൽ കാണുന്നത്. Fruit is what people taste. ഫലമാണ് ജനങ്ങൾ നിന്നിൽ നിന്ന് രുചിക്കുന്നത്. God will make you a sign and a display of His blessing for the world to see that He is a God who blesses and increases you. ദൈവം തന്റെ അനുഗ്രഹം ലോകത്തിന് കാണിക്കാനാണ് നിന്നെ ദൈവം ഫലമായി നിർത്തിയിരിക്കുന്നത്. താൻ അനുഗ്രഹിക്കുന്നവനാണെന്നും തന്നിൽ ആശ്രയിക്കുന്നവരെ ഉയർത്തുന്നവനാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നിന്നെ നിർത്തിയിരിക്കുക. Whom He foreknew, He called. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു. And when He called, He justified them. വിളിച്ചവരെ നീതീകരിച്ചു. And those whom He justified, He glorified Him. നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചുമിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളിനോട് ഒന്നുകൂടെ തൊട്ട് പറയാം, മുഴുവൻ തേജസ്സും തന്നു കഴിഞ്ഞിരിക്കുക. Hallelujah. Glorified. മഹത്വീകരിക്കൽ, തേജസ്കരിക്കൽ. I am recollecting. You know, I love to see pictures. എനിക്ക് ഇങ്ങനെ ചിത്രങ്ങളായി കാര്യങ്ങൾ കാണുന്ന ഇഷ്ടം. When I see a word, I see it in a picture. ഞാൻ വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ, ഒരു ചിത്രം ഞാൻ കാണും. പൗലോസ് എഴുതിക്കൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാ എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുക. മുന്നറിഞ്ഞവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ച് ഒറ്റ മിനിറ്റ്, വിളിച്ചവരെ എനിക്ക് ഉറപ്പുണ്ട് അപ്പളെ പെന്നൊക്കെ താത്തു വെച്ചു. പൗലോസ് എഴുത്തൊക്കെ നിർത്തിയിട്ട് 2-3 മിനിറ്റ് നിന്ന് കാണും. എന്നിട്ട് അടുത്തത് എഴുതിയത്, ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ ഇത്രയും ചെയ്യാവുന്ന ദൈവത്തിന് നിന്റെ ചെറിയ വിഷയം വലുതാണോ?
നീ പോകുന്ന മുമ്പ് ഞാൻ പോകും, ദുർഘട മാർഗങ്ങൾ നേരെയാക്കും, ഇരുമുഴമിലെ ഞാൻ തല്ലി തകർക്കും. നിന്നെ വിളിച്ച് എന്നെ തുല്യമാക്കി എന്നെ പോലെ മഹത്വീകരിച്ച ആ സർവശക്തൻ. If God be for me, who can be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? If he did not spare his own son but gave him for me, shall he do all things freely with him? തുടർന്ന് പറയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി നൽകിയവൻ സകലവും എനിക്ക് നൽകാതിരിക്കുമോ? This is Romans 8. റോമർ 8 വരുമ്പോൾ നമ്മൾ അവിടെ But we are in Romans 5. നമ്മളിപ്പോൾ റോമർ 5 ഉള്ളൂ. Romans 5:1 says, therefore God is in my favor. അതുകൊണ്ടാണ് റോമർ 5 അർത്ഥം, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എന്റെ വശത്താ നിൽക്കുന്നെങ്കിൽ. God is not my enemy. ദൈവം എന്റെ ശത്രുവായിട്ട് നിൽക്കുകയല്ല. God is for me. ദൈവം എനിക്ക് വേണ്ടി നിൽക്കുകയാണ്. Some people think like this. ചെല്ലിങ്ങനെയാണ് ചിന്തിക്കുന്നത്. Might be it is not God's will. ഇതൊരു പക്ഷേ ദൈവത്തിന്റെ ഹിതമല്ലായിരിക്കും. You should understand first what is God's will. ഒന്നാമതായി ദൈവപൈതൽ മനസ്സിലാക്കണം ദൈവഹിതം എന്നതാണ്. It is the will of God that you be of perfect health. നിനക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണം എന്നത് ദൈവത്തിന്റെ തിരുഹിതമാ. It is the will of God that with long life you will be satisfied. നീ ദീർഘായുസ് കൊണ്ട് തൃപ്തിയുള്ള ദീർഘായുസ് ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാ. It is the will of God that you prosper as your mind prosper and be of good health. നിന്റെ മനസ്സ് സമൃദ്ധമാകുന്നത് പോലെ നീ സകലത്തിലും സമൃദ്ധിയുള്ളവനായും നല്ല ആരോഗ്യമുള്ളവനായും ഇരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ചിലരുടെ മനസ്സിലൂടെ പോകുന്ന പിന്നെ എന്താ എൻ്റെ കൂടെ എൻ്റെ കാര്യത്തിൽ എന്നാ ഇത് നടക്കാത്ത, വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ മതി. അല്ല, ഇത് ഇങ്ങനെ വിശ്വസിക്കണമെന്നാ, വിശ്വസിച്ചാൽ മതി. No wonder Jesus said, looking at the child, unless you become like this child, you cannot see the kingdom of God. അതുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തിന്റെ തത്വം പറയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഈ തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ ദൈവരാജ്യം അനുഭവിക്കാൻ ഒക്കില്ല. And then verse 2 says, grace has provided, faith enters into the grace and takes what is want. 5:2. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നാം നിൽക്കുന്ന അടുത്തിരിക്കുന്ന അല്ല നമ്മളോട് തന്നെ പറഞ്ഞാൽ മതി. നമ്മളിപ്പോ നിൽക്കുന്ന കൃപയിൽ. ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ നിൽക്കുന്ന കൃപയിൽ, ഞാൻ നിൽക്കാൻ പോകുന്ന കൃപയല്ല, ഞാൻ നിൽക്കുന്ന ഈ കൃപയിൽ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞിട്ടെ, അതേ സ്ഥലത്ത് എത്തിയെന്ന്. ചിലർക്ക് ഉണ്ടല്ലോ ബസ്സൊക്കെ നിന്ന് കഴിഞ്ഞാലും കിടന്നുറങ്ങുന്നേ, സ്ഥലം എത്തി, പിന്നെ നല്ല ഉറക്കത്തിലാണ് അവരെ എഴുന്നേൽപ്പിക്കേണ്ടത്, അവരുടെ കുറച്ചുകൂടെ യാത്ര കാണാതിരിക്കും. ഹല്ലേലൂയ. നമ്മൾ കൃപയിൽ നിൽക്കുന്ന ഈ കൃപയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ മീനിങ്? എന്താണ് അതിന്റെ അർത്ഥം? ഗ്രേസ് ഗേവ് മീ സാൽവേഷൻ. കൃപ എനിക്ക് രക്ഷ തന്നു. ഗ്രേസ് ഗേവ് മീ ഹീലിംഗ്. കൃപ എനിക്ക് രോഗസൗഖ്യം തന്നു. In that case, grace, in grace everything is available. അതിന്റെ അർത്ഥം ആ ദൈവത്തിന് നമ്മളോടുള്ള കൃപയ്ക്കകത്ത് സകലവും ഉണ്ട്. But by faith I enter into it. But by വിശ്വാസത്താലാണ് ഞാൻ നിൽക്കുന്ന കൃപയിലേക്ക് കയറുന്നത്. വായിച്ചേ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ വീടിന്റെ താക്കോൽ, ആ വീടിനകത്ത് കയറി വേണ്ടിയതെല്ലാം എടുത്തോളം പറഞ്ഞിട്ട് താക്കോലുമായിട്ട് ആൾക്കാർ നിൽക്കുക. ശരിക്കും പറഞ്ഞതായിരിക്കും അങ്ങനെ അങ്ങോട്ട് വീട് തരുമോ? അതിനല്ലേ താക്കോൽ കൈ തന്നേ. അതും എനിക്ക് ദൂർത്തടിച്ച് തല്ലിപ്പൊളിയായി നടന്ന എനിക്ക് ഈ കൊട്ടാരം തരാവുന്നോ? രാജ്യങ്ങളിൽ ഈ പന്നിക്കൂട്ടത്തിൽ കിടന്ന എനിക്കോ? പന്നി എന്ന് പറഞ്ഞ സാധനം അടുപ്പിക്കാൻ പറ്റാത്ത ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന എൻ്റെ നാറ്റവും കൂടെ ഉണ്ട്. എനിക്കോ തിരിച്ച് വീട്ടിൽ കയറാവുന്നോ? ഈ ബാൻഡ്, ഈ വസ്ത്രം എനിക്കോ?
പൊന്മോതിരം എനിക്കോ? ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നീ എന്റെ മുഴുവൻ റിയൽ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥനാ, ഇന്ന് പിടിച്ചു. അതെങ്ങനെയാ? ഞാൻ ഉള്ള അവകാശമൊക്കെ വാങ്ങിച്ചു പോയതല്ലേ. അതാ ലോകത്തിന്റെ പ്രകാരം. പക്ഷെ നിങ്ങളും ഞാനും നിൽക്കുന്നത് ദൈവ രാജ്യത്തിലാണ്. ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം, ചോദിക്കുന്നതിൻ്റെ അപ്പുറം ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ മാത്രം ഒരു നല്ല ആമേൻ എന്ന് പറയണം.